ടീം മാൻകമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ PSCയുടെ ഏതെങ്കിലും ഒരു പരീക്ഷ പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ EWS കാറ്റഗറിയിലോ OBC കാറ്റഗറിയിലോ SC/ST കാറ്റഗറിയിലോ പെട്ടവരാണ് എങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾ അപേക്ഷ കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ കറസ്പോണ്ടിങ് സർട്ടിഫിക്കറ്റുകൾ കൂടി ആഡ് ചെയ്യാനായിട്ട് നിങ്ങളോട് അപ്ലോഡ് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടാറുണ്ട്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് EWS അല്ലെ OBC അല്ലെ SC/ST സർട്ടിഫിക്കറ്റ് ഏത് വർഷത്തെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് അല്ലെ വെരിഫൈ ചെയ്യേണ്ടത്. രണ്ട്, ഈ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാതിരുന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആ പരീക്ഷയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കപ്പെടുമോ, ഇതിന്റെ സാഹചര്യം എന്താണ് എന്നൊക്കെയാണ് നമ്മളോട് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ അത് കൂടി കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ ബേസിക്കലി നമ്മളൊരു EWS സർട്ടിഫിക്കറ്റ് പരിഗണിച്ചാൽ EWS സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മാത്രമാണ്. അതായത് നമ്മൾ EWS സർട്ടിഫിക്കറ്റ് എടുക്കുന്ന ഡേറ്റ് അല്ല ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് ആ ഈ ഫിനാൻഷ്യൽ ഇയറിലേക്ക് മാത്രമേ അതിന് വാലിഡിറ്റി ഉള്ളൂ. ബേസിക്കലി കേരള PSCയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് വില്ലേജ് ഓഫീസർ പ്രൊവൈഡ് ചെയ്യുന്ന EWS സർട്ടിഫിക്കറ്റ് ആണ്. അതിന്റെ ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത് ആനുവൽ ഇൻകം 4 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. അങ്ങനെ കുറെ ക്രൈറ്റീരിയസ് അവിടെ വരുന്നുണ്ട്. ഇതിന്റെ സർട്ടിഫിക്കറ്റ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ബന്ധപ്പെട്ട ഡീറ്റെയിൽ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പൊ നമ്മളോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മൾ EWS സർട്ടിഫിക്കറ്റ് എടുത്താൽ ഏതെങ്കിലും ഒരു വ്യക്തി 2025 മാർച്ച് മാസം 28-ാം തീയതി EWS സർട്ടിഫിക്കറ്റ് നേടിയത് വിചാരിക്കാം. ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ആ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന 2025 മാർച്ച് 31 വരെ മാത്രമേ ഉള്ളൂ. സോ 2025 ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ നമ്മൾ പുതിയ EWS സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതായിട്ട് വരും. അതായത് ഒരു EWS സർട്ടിഫിക്കറ്റ് കാലാവധി എന്ന് പറയുന്നത് ഈ വർഷം ഏപ്രിൽ 1 മുതൽ അടുത്ത വർഷം മാർച്ച് 31 വരെയാണ്. നിങ്ങൾ എടുക്കുന്ന ഡേറ്റ് അല്ല അവിടെ ഇമ്പോർട്ടന്റ്, ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ നിങ്ങൾ എടുക്കുന്നത് ആ ഫിനാൻഷ്യൽ ഇയറിന് മാത്രമേ EWS സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഉള്ളൂ. നേരെ മറിച്ച് നമ്മൾ OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എടുത്താൽ OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത് ഏത് ദിവസമാണോ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്, സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് എന്നാണോ അത് മുതൽ 1 ഇയർ ആണ്. OBC സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് മുതൽ 1 വർഷമാണ്. നേരെ മറിച്ച് SC/ST സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് ലൈഫ് ലോങ് വാലിഡിറ്റി ഉണ്ട്. ഇനി ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏത് സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്? സോ ബേസിക്കലി SC/ST ഒരു പ്രശ്നമില്ല. 1 ടൈം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി, വേറെ വിഷയങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് ഇപ്പൊ EWS OBC ആണെങ്കിൽ നിങ്ങൾക്ക് 2024 അപേക്ഷ ക്ഷണിച്ച 2024 ഇപ്പൊ അപേക്ഷിച്ച ഏതെങ്കിലും ഒരു കാറ്റഗറി നമ്പർ 212/2024 ഒരു പരീക്ഷ വിളിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എന്താ 2024. അപ്പൊ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട EWS സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അല്ലെ OBC സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2024 ഈ സമയത്ത് ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. മിക്കവാറും പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് EWS സർട്ടിഫിക്കറ്റ് നേടിയിട്ടോ അല്ലെ OBC സർട്ടിഫിക്കറ്റ് നേടിയിട്ട് കാണുകയില്ല. അപ്ലോഡ് പറയുമ്പോഴാണ് നിങ്ങൾ നേടാൻ പോകുന്നത്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം, നിങ്ങൾ എപ്പോഴാണ് ഇരിക്കുന്നത് ആ സമയത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ പോയി ആപ്ലിക്കേഷൻ കൊടുക്കുക, സർട്ടിഫിക്കറ്റ് നേടുക, അത് അപ്ലോഡ് ചെയ്യുക, വെരിഫിക്കേഷൻ പോകുമ്പോൾ അതുമായിട്ട് പോവുക. 99.9% കേസിനകത്തും ആ സർട്ടിഫിക്കറ്റ് അക്സെപ്റ്റ് ചെയ്യും. ബേസിക്കലി വേണ്ടത് എന്ന് പറയുന്നത് ഏത് വർഷമാണോ അപ്ലോഡ് ചെയ്തത് ആ വർഷത്തെ EWS സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ളത് അപ്ലോഡ് ചെയ്താലും കുഴപ്പമില്ല, അക്സെപ്റ്റ് ചെയ്യാൻ റിജക്ട് ആവാനുള്ള സാധ്യത ഇല്ല. ഇനി ബേസിക്കലി വേറൊരു ചോദ്യം കൂടെ, നിങ്ങൾ 2024 ഒരു പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുത്തു. 2024 EWS OBC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. 2025 നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിയില്ല, 2026 നിങ്ങൾ വാങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ 2026 അപേക്ഷ കൊടുത്തപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ആയെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ എനിക്ക് അവസരം നഷ്ടപ്പെടും? ഇല്ല. ബേസിക്കലി നമ്മളൊരു പരീക്ഷയുടെ ആപ്ലിക്കേഷൻ സംബന്ധിച്ചിടത്തോളം അതിന്റെ യോഗ്യത നമ്മൾക്ക് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ EWS അല്ലെങ്കിൽ OBC നമുക്ക് SC/ST യോഗ്യത ഉണ്ടാവേണ്ടത് ആ പരീക്ഷയ്ക്ക് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഡേറ്റിലാണ്. ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഡേറ്റിൽ EWS സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതുമായിട്ട് നമുക്ക് 27 വെരിഫിക്കേഷൻ നടന്നാലും പോകാം. പക്ഷേ നേരെ മറിച്ച് നിങ്ങൾ ഇനി ഇപ്പൊ 2026
2026 നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ EW സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ 2024 സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രിവിലേജ് കിട്ടും. ഇല്ല, 2026 നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. EWS OBC കാറ്റഗറി നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ SC ST കാറ്റഗറി കാണിച്ചിട്ടുണ്ടെങ്കിൽ SC ST ആ വിഷയം വരത്തില്ല. അപ്പൊ EWS അല്ലെങ്കിൽ OBC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് 2026 നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. നിങ്ങൾ ഏത് വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്ന് എന്താണോ അപേക്ഷ കൊടുക്കുന്നത് ആ സമയത്ത് EW സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇൻ കേസ് അതില്ല എങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന സമയത്ത് EW സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അത് അക്സെപ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ നേരെ മറിച്ച് പ്രീ ഡേറ്റഡ് ആയിട്ടുള്ള EW സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ അപേക്ഷ കൊടുക്കുമ്പോൾ അത് നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പം വെരിഫിക്കേഷൻ പ്രീ ഡേറ്റഡ് കൊണ്ടുപോകാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 2026 വിളിച്ച നോട്ടിഫിക്കേഷൻ, അതിന്റെ വെരിഫിക്കേഷൻ 2027 നടക്കുന്നു. ആ സമയത്ത് നമ്മൾ വെരിഫിക്കേഷന് പോകുമ്പോൾ 2024 കിട്ടിയ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം EWS ഒരു ഫിനാൻഷ്യൽ ഇയർ വാലിഡിറ്റി, OBC സർട്ടിഫിക്കറ്റിന് 1 ഇയർ വാലിഡിറ്റി, ഡേറ്റ് ടു 1 ഇയർ വാലിഡിറ്റിയുമാണുള്ളത്. SC ST കുഴപ്പമില്ല, വൺ ടൈം നിങ്ങൾക്ക് കിട്ടിയാൽ അതുമായിട്ട് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ധൈര്യമായിട്ട് പോകാം, യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. ആ ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഞാൻ EWS സെലക്ട് ചെയ്തില്ല, പക്ഷെ വെരിഫിക്കേഷൻ പോകുമ്പോൾ ഞാൻ EWS സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയാൽ എനിക്ക് എലിജിബിലിറ്റി കിട്ടും. നിങ്ങൾക്ക് എലിജിബിലിറ്റി കിട്ടത്തില്ല. കാരണം നിങ്ങൾ പരീക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ OBC നോൺ ക്രീമി ലെയർ ആണോ, അല്ലെങ്കിൽ SC ST കാറ്റഗറി ആണോ, അല്ലെങ്കിൽ നിങ്ങൾ EWS ആണോ, അല്ലെങ്കിൽ ജനറൽ ആണോ, ഏത് കാറ്റഗറി ആണോ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ആ കാറ്റഗറി ആയിരിക്കും നിങ്ങളെ പരിഗണിക്കുക. അല്ലാതെ അതിനുശേഷം നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്തു, എന്റെ ആപ്ലിക്കേഷനിൽ കറക്ഷൻ വരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കറക്ഷൻ വരുത്തി ലഭിക്കുകയില്ല. ഓക്കെ, അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ OBC സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ OBC സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. EW സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ EW സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് EWS എന്ന് സെലക്ട് ചെയ്തു, പക്ഷേ ഞാൻ അതിനുശേഷം വെരിഫിക്കേഷൻ വിളിച്ചപ്പോൾ വില്ലേജിൽ ആപ്ലിക്കേഷൻ കൊടുത്തു, വില്ലേജ് ഓഫീസർ എന്റെ ആപ്ലിക്കേഷനെ റിജക്ട് ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്റെ എലിജിബിലിറ്റി നഷ്ടപ്പെടും. അത് നമ്മളൊരു സിമ്പിൾ എക്സാമ്പിൾ എടുത്ത് വേണം പഠിക്കാൻ. ഫോർ എക്സാമ്പിൾ, ഒരു പരീക്ഷയ്ക്ക് ഒരു സ്റ്റേജേ ഉള്ളൂ, 100 മാർക്കിന്റെ പരീക്ഷയാണെന്ന് വിചാരിക്കുക. അതിന്റെ ജനറൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് 55 മാർക്കാണെന്ന് വിചാരിക്കുക. അതിന്റെ EWS സർട്ടിഫിക്കറ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 50 മാർക്കാണെന്ന് വിചാരിക്കുക. അതിന്റെ OBC കട്ട് ഓഫ് എന്ന് പറയുന്നത് 48 മാർക്കാണെന്ന് വിചാരിക്കുക. അതിന്റെ SC കട്ട് ഓഫ് എന്ന് പറയുന്നത് 42 ആണെന്ന് വിചാരിക്കുക. ST കട്ട് ഓഫ് എന്ന് പറയുന്നത് 37 ആണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു EWS കാറ്റഗറിയിൽ പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 57 ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 57 ആണ്. നിങ്ങൾ കൊണ്ടുപോയി EWS കാറ്റഗറി EWSന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്ന് വിചാരിക്കുക. അത് കൃത്യമായ വർഷത്തെ EWSന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ വേക്കൻസികൾ പരിഗണിക്കുമ്പോൾ നിങ്ങളെ ജനറൽ കോട്ടയിലും പരിഗണിക്കും, അതുപോലെ തന്നെ നിങ്ങളെ EWSന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റുകളിലും പരിഗണിക്കും. നേരെ മറിച്ച് നിങ്ങൾക്ക് 57 മാർക്ക് കിട്ടി, നിങ്ങൾ EWSുമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ EWS സർട്ടിഫിക്കറ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തു പറഞ്ഞ് റിജക്ട് ആവും. ഇല്ല, കാരണം നിങ്ങളുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്ന 55 എന്ന് പറയുന്ന ജനറൽ കട്ട് ഓഫിനേക്കാൾ മണ്ടയിലുണ്ട്. അതായത് നിങ്ങൾ കാറ്റഗറി കട്ട് ഓഫിലല്ല, ജനറൽ കട്ട് ഓഫിലാണ്. അപ്പോ നിങ്ങൾക്കെന്ന് പറയുന്നത് ജനറൽ വേക്കൻസിയിൽ വരുന്ന അല്ലെ ജനറൽ ആയിട്ട് വരുന്ന വേക്കൻസികൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ EWSന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന വേക്കൻസികൾ നിങ്ങൾക്ക് ലഭിക്കില്ല, കാരണം നിങ്ങൾ EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ല. ഒന്നാമത്തെ സിറ്റുവേഷൻ. അടുത്ത സിറ്റുവേഷൻ, നിങ്ങൾ EWS കാറ്റഗറിയിലാണ്, നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടിയിരിക്കുന്ന മാർക്ക് 53 ആണെന്ന് വിചാരിക്കാം. അതായത് ആ പരീക്ഷയുടെ ജനറൽ കട്ട് ഓഫ് 55 ആണ്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 53 മാർക്കാണ്. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ EWS കാറ്റഗറിയിലുള്ള റിസർവേഷനിലാണ് നിങ്ങൾക്ക് ആ മെയിൻ ലിസ്റ്റിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുമോ? അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഒന്നാമത്തെ സിറ്റുവേഷൻ, നിങ്ങൾ EWSന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തു, PWS സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കി കഴിഞ്ഞാൽ നിങ്ങളെ EWSന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റുകളിൽ പരിഗണിക്കും. നേരെ മറിച്ച് നിങ്ങൾക്ക് 53 മാർക്കാണുള്ളത്, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ EWS സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ ജനറൽ കാറ്റഗറിയിൽ പരിഗണിക്കില്ല, കാരണം നിങ്ങളുടെ മാർക്ക് ജനറൽ കട്ട് ഓഫിനേക്കാൾ താഴെയാണ്. EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ല, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ പറയപ്പെടുന്ന EWSൽ നിന്ന് കിട്ടില്ല. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ജോബിന് വേണ്ടിയുള്ള റൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ നഷ്ടപ്പെടും. അപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അവസരം നഷ്ടപ്പെടില്ല. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഫോർ എക്സാമ്പിൾ,
നിങ്ങളുടെ കട്ട് ഓഫ് മാർക്ക് ജനറലും മണ്ടയിലാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റോട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനറലും EWS കിട്ടും. നേരെ മറിച്ച് നിങ്ങൾ GWS കൊടുത്തില്ലെങ്കിൽ ജനറൽ കട്ട് ഓഫിന് മണ്ടയിലുണ്ടെങ്കിൽ ജനറൽ നിങ്ങളെ പരിഗണിക്കും. EWS കട്ട് ഓഫിലാണ് നിങ്ങൾ, അല്ലെങ്കിൽ EWS ജനറലും കട്ട് ഓഫിന് ഇടയ്ക്കുള്ള മാർക്കിലാണെങ്കിൽ നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ EWS റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ തന്നെയാണ് OBC ആണെങ്കിലും SC/ST ആണെങ്കിലും ഒക്കെ വരിക. SC/ST സർട്ടിഫിക്കറ്റ് വൺ ടൈം അപ്ലോഡ് ചെയ്താൽ അതിന് ലൈഫ് ലോങ് വാലിഡിറ്റി ഉണ്ടാവും. OBCയെ സംബന്ധിച്ചിടത്തോളം ആ നോട്ടിഫിക്കേഷൻ വന്ന വർഷത്തേക്ക് അപ്ലോഡ് ചെയ്യുക. അത് കയ്യിലില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്നത് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ മറ്റൊരു ഉദാഹരണം കൂടി നിങ്ങൾ പരിഗണിക്കണം. അതായത് 2 സ്റ്റേജുകളായി നടക്കുന്ന ഒരു പരീക്ഷയാണെന്ന് വിചാരിക്കാം. പ്രിലിമിനറി ഉണ്ട്, മെയിൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഞാനിപ്പോൾ ഒരു ഉദാഹരണം മനസ്സിലാക്കാൻ EWS എടുക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് OBC ആണ് OBC, SC/ST ആണ് SC/ST, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പരിഗണിക്കാം. ജനറലിന്റെ പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 54 ആണെന്ന് വിചാരിക്കാം. EWSന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 50 ആണെന്ന് വിചാരിക്കാം. മെയിൻസിൽ ജനറലിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 62 ആണെന്ന് വിചാരിക്കാം. EWSന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 56 ആണെന്ന് വിചാരിക്കാം. ഒന്നാമത്തെ സിറ്റുവേഷൻ, നിങ്ങൾക്ക് പ്രിലിംസിൽ ലഭിച്ച മാർക്ക്, നിങ്ങളുടെ പ്രിലിംസിന്റെ മാർക്ക്, മെയിൻസിന്റെ മാർക്ക്. നിങ്ങളുടെ പ്രിലിംസിന്റെ മാർക്ക് എന്ന് പറയുന്നത് 56ഉം 64ഉം ആണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ ജനറൽ കട്ട് ഓഫ് പ്രിലിംസിലും പാസ്സായിട്ടുണ്ട്, മെയിൻസിലും പാസ്സായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാണെങ്കിൽ നിങ്ങളെ ജനറൽ കോട്ടയിലും അതുപോലെ EWS കോട്ടയിലും പരിഗണിക്കും. നേരെ മറിച്ച് നിങ്ങൾക്ക് പ്രിലിംസിന് കിട്ടിയിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 53, നിങ്ങൾക്ക് മെയിൻസിന് കിട്ടിയിരിക്കുന്ന മാർക്ക് 64 ആണെന്ന് വിചാരിക്കാം. അപ്പൊ മെയിൻസിൽ നിങ്ങൾ ജനറൽ കട്ട് ഓഫ് ക്രോസ് ചെയ്തു, പ്രിലിംസിൽ നിങ്ങൾ ജനറൽ കട്ട് ഓഫ് ക്രോസ് ചെയ്തിട്ടില്ല. നിങ്ങൾ EWS കട്ട് ഓഫിലാണ് പ്രിലിംസ് ക്ലിയർ ആയിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ വരുന്നത് എങ്കിൽ നിങ്ങൾ EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ അവസരം നഷ്ടപ്പെടും. ഓക്കെ, നിങ്ങളുടെ അവസരം നഷ്ടപ്പെടും. ഇനി നേരെ തിരിച്ചു വേണ്ടി സംഭവിക്കാം. നിങ്ങൾക്ക് പ്രിലിംസിൽ 56 മാർക്കുണ്ട്, അതായത് നിങ്ങൾ ജനറൽ കട്ട് ഓഫ് എന്ന് പറയുന്ന 54 ക്രോസ് ചെയ്തു. മെയിൻസിൽ നിങ്ങൾക്ക് എന്ന് പറയുന്നത് 60 മാർക്കേ ഉള്ളൂ. 60 എന്ന് പറയുന്ന മെയിൻസിന്റെ ജനറൽ കട്ട് ഓഫിനേക്കാൾ താഴെയാണ്. അപ്പൊ നിങ്ങൾ EWS കട്ട് ഓഫിലാണ്. ആ ഒരു സാഹചര്യത്തിലും നിങ്ങൾ EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ല എങ്കിൽ നിങ്ങൾക്ക് ആ പോസ്റ്റിലേക്കുള്ള സേ നഷ്ടപ്പെടും. നേരെ മറിച്ച് നിങ്ങൾ പ്രിലിംസിലെ നിങ്ങളുടെ മാർക്ക് 52, മെയിൻസിലെ നിങ്ങളുടെ മാർക്ക് 58 ആണെങ്കിൽ രണ്ടും നിങ്ങൾ EWS കട്ട് ഓഫിലാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് സംഭവിക്കണം? നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ആ ജോബിലേക്കുള്ള റൈറ്റ് നഷ്ടപ്പെടും. അങ്ങനെയാണ് ഇതിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ അതായത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾ EWS സർട്ടിഫിക്കറ്റ് കൊടുത്താൽ നിങ്ങൾ കൂടുതലായിട്ടുള്ള വേക്കൻസികളിലേക്ക് നിങ്ങളെ പരിഗണിക്കും. കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കട്ട് ഓഫ് മാർക്ക് അനുസരിച്ചിരിക്കും പരിഗണിക്കില്ലയോ എന്നുള്ളത്. അതായത് EWS സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെന്നും പറഞ്ഞ് ഒരാളുടെ അവസരം ഒരു കാരണവശാലും ഡയറക്റ്റ് ആയിട്ട് നഷ്ടപ്പെടില്ല. അത് സിറ്റുവേഷൻ നിങ്ങളുടെ കട്ട് ഓഫ് മാർക്കും അനുസരിച്ചായിരിക്കും സംഭവിക്കുക. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ദൂരീകരിക്കപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. Keep watching, keep learning. Thanks for watching. Bye.